അടുത്തതായി നമ്മൾ പോകുന്നു വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക്. തിരഞ്ഞെടുപ്പിൻ്റെ അലയൊലികൾ അല്ലെങ്കിൽ അതിൻ്റെ ആവേശമൊക്കെ എത്തുന്നതിന് മുൻപും എത്രയോ വട്ടം ചർച്ചയായതാണ് വട്ടിയൂർക്കാവ് മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ആ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇക്കുറി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏറ്റുമുട്ടുന്ന സ്ഥാനാർത്ഥികളെ ആദ്യം നമുക്ക് പരിചയപ്പെടാം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒന്ന് NDAയ്ക്കായി R. ശ്രീലേഖ IPS ആണ് ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത്. ഒപ്പം UDFനായി K. മുരളീധരൻ വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം നിലവിലത്തെ സിറ്റിംഗ് MLAയും VK പ്രശാന്ത് LDFനായും അംഗത്തിലേക്ക് ഇറങ്ങുന്നു. ഈ മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. പ്രത്യേകിച്ച് K. മുരളീധരൻ അടക്കമുള്ള സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പോലും അടുത്ത കാലത്ത് UDFലൊക്കെ വളരെ സജീവമായി നിലനിന്നതാണ്. ഒപ്പം മുൻ മേയറായിരുന്ന പ്രശാന്തിന് പിന്നീട് വട്ടിയൂർക്കാവ് MLA ആയി 2 വട്ടം തിരഞ്ഞെടുക്കപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് സംബന്ധിച്ചിട്ടുള്ള വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നൊരു കാലഘട്ടമാണ്. അവസാനമായി R. ശ്രീലേഖയുടെ ഓഫീസ് മുറിയും ഒഴിഞ്ഞു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ മണ്ഡലത്തിലെ വോട്ട് കണക്കുകളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് 3 മുന്നണികളുടെയും പ്രകടനം എന്നുള്ളത് നോക്കാം. നിയമസഭയിലേക്ക് വരുമ്പോൾ ലോക്സഭയിലെ കണക്കുകളാണ് ആദ്യം നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. ലോക്സഭയിലേക്ക് വരുമ്പോൾ 2014 മുതൽ 2024 വരെയുള്ള കാലത്ത് NDAയുടെ വളർച്ച എന്നുള്ളത് 37.1 നിന്ന് 42 വളർന്നു കയറിയിരിക്കുന്നു NDA എന്നുള്ളതാണ് ഇതിൽ കാണേണ്ടത്. UDFൻ്റെ വോട്ട് കണക്കുകൾ എന്നുള്ളത് 2014 UDFൻ്റെ വോട്ട് കണക്കുകൾ 34.6% എങ്കിൽ 2024 എത്തുമ്പോൾ 35.52% എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. LDFൻ്റെ കണക്കുകളും നമുക്ക് നോക്കാം. 23.4 നിന്നും LDFൻ്റെ വോട്ടുകൾ കുറഞ്ഞ് 22.45% എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ലോക്സഭയിലേക്ക് വരുമ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ കണക്കുകൾ എന്നുള്ളത്. ഇനി നിയമസഭയിലെ കണക്കുകൾ നമുക്ക് ഇപ്പോൾ നോക്കാൻ കഴിയും. അങ്ങനെ 2 തെരഞ്ഞെടുപ്പുകളിലും എങ്ങനെയാണ് ലോക്സഭയിലും അതോടൊപ്പം തന്നെ നിയമസഭയിലും വട്ടിയൂർക്കാവ് മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രകടനം വരുന്നത് എന്നുള്ളത് കാണാവുന്നതാണ്. എന്തായാലും കണക്കുകൾ അവിടെ നിലനിൽക്കട്ടെ. നമുക്ക് ഡോക്ടർ K. ജയപ്രസാദിലേക്ക് പോകാം. ജയപ്രസാദ്, ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വട്ടിയൂർക്കാവ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം 2016 ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചർച്ചകൾ, അതോടൊപ്പം തന്നെ വോട്ടുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് LDFൻ്റെ വോട്ട് UDFലേക്ക് പോയി എന്നടക്കമുള്ള വിമർശനങ്ങളും നിലനിന്നിരുന്നൊരു മണ്ഡലമാണ്. അപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നോക്കിക്കാണുന്നത്? തിരുവനന്തപുരം നഗരത്തിലെ മറ്റ് 3 മണ്ഡലങ്ങളെ പോലെ തന്നെ കോൺഗ്രസ് വളരെയധികം ദുർബലമായ ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ശ്രദ്ധേയമാകുന്നത് ഒരു പരിധിവരെ നമ്മുടെ K. മുരളീധരൻ അദ്ദേഹത്തിൻ്റെ നിരന്തരം പരാജയങ്ങളുടെ തുടർച്ചയായിട്ട് വീണ്ടും തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് വന്ന് നിൽക്കുകയാണ്. അദ്ദേഹം 2021 നേമത്ത് നിന്ന് പരാജയപ്പെട്ടു പോയി. 2024 BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനായിട്ട് തൃശ്ശൂർ വന്ന് നിന്ന് അവിടെയും പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് ഇനി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ വട്ടിയൂർക്കാവിൽ വിജയം അനിവാര്യമാണ്. പക്ഷേ വട്ടിയൂർക്കാവിൽ UDFനോ കോൺഗ്രസിനോ തിരിച്ചു വരാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അത് നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകളും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകളും അതുപോലെ തന്നെയാണ് ലോക്കൽ ബോഡി ഇലക്ഷനിലെ കോർപ്പറേഷൻ ഇലക്ഷനിലെ കണക്കുകളും ഒക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നും കോൺഗ്രസിനോ UDFനോ അനുകൂലമല്ല. വട്ടിയൂർക്കാവിലെ തിരഞ്ഞെടുപ്പ് പ്രധാനമായിട്ടും മറ്റ് മണ്ഡലങ്ങളെ പോലെ തന്നെ ഇടതുപക്ഷവും BJPയും തമ്മിലാണ് നേരിട്ടുള്ള മത്സരം. പക്ഷേ മുരളീധരൻ്റെ പ്രസൻസ് കോൺഗ്രസിന് കുറച്ചുകൂടി കരുത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ 2011 മുരളീധരൻ വട്ടിയൂർക്കാവിൽ ജയിക്കുമ്പോൾ 50.6% വോട്ട് നേടിയിരുന്നു. 2016 5 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ 50.6 നിന്ന് 37%, 13.6% വോട്ട് ഷെയർ അദ്ദേഹത്തിന് കുറയുകയുണ്ടായി. അത് കഴിഞ്ഞ് 2021 വരുമ്പോഴത്തേക്കും അത് 25% വോട്ടായി ചുരുങ്ങി. ഇതിനിടയിൽ നടന്ന 2019 ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത് 32%. അപ്പോൾ അതായത് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് 2011 ശേഷം നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പാർട്ടി ശരാശരി 25% അല്ലെങ്കിൽ ആ തരത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസ്സിന് മുന്നേറാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും LDFൻ്റെ വോട്ടുകളും കൂടെ കോൺഗ്രസിന് ലഭിച്ചിട്ട് പോലും 2014 24 അവിടെ പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. BJP തന്നെയായിരുന്നു 1ാം സ്ഥാനത്ത് വന്നത്. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും UDFൻ്റെയും വോട്ടുകൾ ഏകീകരിക്കുന്നതായിരുന്നു അവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് പ്രശാന്തിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. കാരണം 2016 TN സീമ മത്സരിക്കുമ്പോഴത് ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ട് 29.79 ആയിരുന്നു.
യഥാർത്ഥത്തിൽ വട്ടിയൂർക്കാവിലെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് അതാണ് യഥാർത്ഥ വോട്ട്. പക്ഷേ LDF പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് 44% വോട്ട് ലഭിക്കേണ്ടായി. 2021 പ്രശാന്തിന് 44.94% വോട്ട് ലഭിച്ചു. അതിന് പ്രധാന കാരണം UDFന് ലഭിക്കേണ്ട വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ഒക്കെ തന്നെ BJPക്ക് ബദലായ വോട്ടുകൾ UDFന് കിട്ടേണ്ട വോട്ടുകളും കൂടെ LDFിലേക്ക് വരുന്നതുകൊണ്ടാണ്, കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വട്ടിയൂർക്കാവിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് പക്ഷത്തെ വോട്ടുകളും കൂടെ സ്വരൂപിക്കുന്ന ഒരു ഇടതുപക്ഷമാണ്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ കരുത്ത്. അപ്പം മുരളീധരൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വോട്ടുകളിൽ വലിയൊരു ശതമാനം തിരിച്ച് കോൺഗ്രസിലേക്ക് പോവുകയും ഇടതുപക്ഷവും കോൺഗ്രസും വളരെ പിന്നിലേക്ക് പോവുകയും ചെയ്യും. അതായത് ഇടതുപക്ഷത്തിന് വട്ടിയൂർക്കാവിലെ ബേസിനെ ഞാൻ കണക്കാക്കുന്നത് 2016 ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടാണ്. യഥാർത്ഥത്തിൽ ത്രികോണ മത്സരം നടന്ന 2016 ഇടതുപക്ഷത്തിന് ലഭിച്ച 29%. മാത്രമല്ല 3-ാം സ്ഥാനത്തായിരുന്നു TN സീമ അന്ന് 3-ാം സ്ഥാനത്തേക്ക് പോവുകയും BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 32.19% വോട്ട് വാങ്ങി 2-ാം സ്ഥാനത്ത് വരികയും ചെയ്തു 2016. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ UDF പക്ഷത്തുള്ള വോട്ടുകളും കൂടെ ഇടതുപക്ഷത്ത് BJPക്കെതിരായി കേന്ദ്രീകരിക്കുന്നതാണ് ഇടതുപക്ഷത്തിന് അവിടെ ഉണ്ടായ അഡ്വാൻറ്റേജ്. ഈ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന മത്സരം ഒരു ത്രികോണ മത്സരം തന്നെയായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. BJP വിരുദ്ധ വോട്ടുകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയും അതേസമയം ഗവൺമെൻറ് വിരുദ്ധമായ വോട്ടുകൾ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വളരെ ശക്തമായി കേരളത്തിലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അഴിമതിക്കെതിരായിട്ടുള്ള ദുർഭരണത്തിനെതിരായ വോട്ടുകൾ മുഴുവനും BJP പക്ഷത്ത് വരികയും BJPയുടെ പരമ്പരാഗതമായ സപ്പോർട്ട് ബേസും ഇതും കൂടെ വരുമ്പോഴത്തേക്കും BJPക്ക് വളരെ കംഫർട്ടബിളായ പൊസിഷനുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJPക്ക് നേമം നിയോജക മണ്ഡലത്തിൽ ഉള്ളതുപോലെ തന്നെ 7000 വോട്ടിൻ്റെ ഡിഫറൻസ്, അതായത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നൊരു മണ്ഡലമാണ് BJP തദ്ദേശ തെരഞ്ഞെടുപ്പിലും. ആ തരത്തിൽ നോക്കുമ്പോൾ BJPയുടെ അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ സ്റ്റാറ്റിസ് നോക്കിക്കഴിഞ്ഞാലും ലോക്സഭാ ഇലക്ഷനിലെ BJPയുടെ വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാലും ഇന്നത്തെ മറ്റ് സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും മുരളീധരൻ്റെ പ്രസൻസ് ഇടതുപക്ഷത്തിൻ്റെ വോട്ടിലായിരിക്കും ചോർച്ചയുണ്ടാകുക. കാരണം UDFൻ്റെ വോട്ടുകളാണ് പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് അവിടെ പോയിക്കൊണ്ടിരുന്നത്. അത് തിരിച്ച് മുരളീധരനിലേക്ക് പോകും. പക്ഷേ അതുകൊണ്ട് തന്നെ BJPക്ക് വളരെ കംഫർട്ടബിളായ പൊസിഷൻ. ഓക്കെ ഡോക്ടർ ജയപ്രസാദ്, 10 വർഷത്തിനിടെ 16.79% NDയുടെ വളർച്ച എന്നുള്ളത്. അത് 2016 BJPയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആ മണ്ഡലത്തിൽ വരുന്നത്. അന്ന് 32.19% NDയുടെ വോട്ട് പെർസെൻറ്റേജ് എന്നുള്ളത്. ഈ വിജയിച്ച UDFുമായിട്ടുള്ള വ്യത്യാസമാകട്ടെ വെറും 5.62%. ഇനി നമ്മൾ ആ മണ്ഡലത്തെ പറ്റി പറയുമ്പോൾ ആ മണ്ഡലത്തിലെ ചില കണക്കുകൾ കൂടി LDFും UDFും തമ്മിൽ ഒരു ഡീൽ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ NDA ഉയർത്തുമ്പോൾ അതിന് ഏത് രീതിയിലാണ് ആ കണക്കുകൾ കൂടി അതിന് തെളിവായി മാറുന്നത് എന്നുള്ളതാണ്. മുരളീധരൻ മത്സരിച്ച മുരളീധരൻ മത്സരിച്ച 2 തവണയും LDFിൻ്റെ വോട്ട് എന്നുള്ളത് ഒരു 40,000 റേഞ്ചിൽ നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ മുരളീധരൻ 2 തവണ മത്സരിക്കുമ്പോഴും ആ സമയത്ത് 50,000-ൽ കൂടുതൽ വോട്ട് പിടിച്ച മണ്ഡലമാണ്. അന്ന് അതിനുശേഷം മുരളീധരൻ പോയി 2021 വീണ നായർ മത്സരിക്കുമ്പോൾ ലഭിച്ചതാകട്ടെ വെറും 35,000 വോട്ട്. അതേസമയം LDF സ്ഥാനാർത്ഥിയുടെ വോട്ടാകട്ടെ 40,000-ൽ നിന്ന് 60,000-ലേക്ക് നീങ്ങി. 2019 നടന്ന ബൈ ഇലക്ഷനിലും ഇതേ ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വോട്ടിങ്ങിനെ ഡീൽ എന്ന് വിളിക്കണമോ എന്ന് പ്രേക്ഷകർക്ക് തീരുമാനിക്കാം.